നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു, സേഫ് ആയിട്ടിരിക്കാന്ന് കരുതുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാത്രി മുഖം കഴുകുന്ന ഒരു രീതിയെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഈ ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മുഖത്ത് മുഖക്കുരു വരുന്നത് ഇല്ലാണ്ടാവും, അതുപോലെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ വരുന്നത് ഇല്ലാണ്ടാവും. പിന്നെ എന്താ പറയാ, പാടുകളൊന്നും ഇല്ലാണ്ട് മുഖം എപ്പോഴും നല്ല ക്ലിയർ ആയിട്ടിരിക്കും. നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റും ഗ്ലോയിങ് എഫക്റ്റ് ഒക്കെ കാണും. അപ്പൊ എങ്ങനെയാണ് മുഖം കഴുകേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എന്നാ പിന്നെ വായിക്കേണ്ട, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ രാത്രി 2 പ്രാവശ്യം മുഖം കഴുകാണ്. അപ്പൊ 2 പ്രാവശ്യം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഞെട്ടണ്ട. നമ്മൾ 2 പ്രാവശ്യം ഒന്ന് ക്ലെൻസ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓയിൽ ക്ലെൻസിങ് മെത്തേഡ് ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു ഫോമിംഗ് ക്ലെൻസിങ് മെത്തേഡ് ആണ്. അപ്പോൾ പലരും പല രീതിയിൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ എന്റേതായ രീതിയിലാണ് ഇതിൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോസ് ബ്ലോക്ക് ആവില്ല, എപ്പോഴും നല്ല ക്ലിയർ ആയിരിക്കും. അപ്പൊ പോസ് ബ്ലോക്ക് ആവുമ്പോഴാണ് ഈ പിമ്പിൾസും അതുപോലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ വരുന്നത്. അപ്പൊ പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ അറിയാലോ, അതിന്റെ പുറകെ തന്നെ പാടുകളും വരും. അപ്പൊ നമ്മൾ ഇതുപോലെ മുഖം കഴുകുകയാണെങ്കിൽ ഇതൊക്കെ വരുന്നത് ഇല്ലാണ്ടാവും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ക്ലെൻസിങ് മെത്തേഡ് ഏറ്റവും നന്നായിട്ട് സ്യൂട്ട് ആവുന്നത് ഡെയിലി പുറത്ത് പോകുന്നവർക്കും അതുപോലെ തന്നെ ഒരുപാട് മേക്കപ്പ് ഇടുന്നവർക്കൊക്കെയാണ്. അപ്പൊ അവരുടെയൊക്കെ ഫേസിലെ പോസ് ആണ് എളുപ്പം ബ്ലോക്ക് ആവാനുള്ള ചാൻസ്. അപ്പൊ നിങ്ങൾ ഇത് റെഗുലർ ബേസിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. അല്ലാത്തവർക്ക് ഇത് ആഴ്ചയിൽ 1-2 തവണ ഈ ഒരു രീതി ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. ഇനി ഇതെങ്ങനെയാ ചെയ്യേണ്ടത് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഓയിൽ ക്ലെൻസിങ് ആണ്. അപ്പൊ ഓയിൽ ക്ലെൻസിങ്ങിന് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഉപയോഗിക്കാം, ഒലീവ് ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓയിൽ ബേസ്ഡ് ക്ലെൻസേഴ്സ് അവൈലബിൾ ആണ്, അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓയിൽ ബേസ്ഡ് മേക്കപ്പ് റിമൂവേഴ്സ് ഉപയോഗിക്കാം. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു എക്കോഹീൽ എന്നൊരു ബ്രാൻഡിന്റെ വെർജിൻ കോക്കനട്ട് ഓയിൽ ആണ് കേട്ടോ. അപ്പൊ എന്റെ അടുത്തുള്ള പഴയത് തീർന്നു. അപ്പൊ ഞാൻ ഇപ്പൊ വാങ്ങിച്ചത് ഈ ഒരു ബ്രാൻഡിന്റെയാണ്. ഇത് കോൾഡ് പ്രസ്ഡ് വെർജിൻ കോക്കനട്ട് ഓയിൽ ആണ്. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കോക്കനട്ട് ഓയിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിലാണ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലത്. അതിൽ തന്നെ കോൾഡ് പ്രസ്ഡ് ആണ് ഏറ്റവും നല്ലത്. കാരണം ഇവര് ഹീറ്റ് ഉപയോഗിക്കാണ്ടാണ് എണ്ണ ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ന്യൂട്രിയൻസും വൈറ്റമിൻസും മിനറൽസും ഒക്കെ അതിൽ തന്നെ കാണും. അപ്പൊ നമുക്ക് ആ ഒരു ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുകയും ചെയ്യും. അപ്പൊ ഞാൻ ഇപ്പൊ എന്റെ മുഖത്ത് മേക്കപ്പ് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഡയറക്റ്റ് ഞാൻ എണ്ണ കൊണ്ട് ക്ലെൻസ് ചെയ്യാണ്. എണ്ണ നന്നായിട്ട് നല്ലോണം ക്ലെൻസ് ചെയ്യും കേട്ടോ. അപ്പൊ ഇത് നാട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്, നമ്മുടെ കോഴിക്കോട് നിന്ന് ഉണ്ടാക്കുന്ന എണ്ണയാണ്. അപ്പൊ അതുകൊണ്ട് നാട്ടിലത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ പ്രത്യേക ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ. ജസ്റ്റ് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്യാം. സാധാരണ നമ്മൾ ഫേസ് വാഷ് കൊണ്ട് ക്ലെൻസ് ചെയ്യാറില്ലേ, അതുപോലെ തന്നെ. പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യുന്നത് എണ്ണ കൊണ്ട് ആണെന്നുള്ള ഡിഫറൻസേ ഉള്ളൂ. ഇപ്പൊ എന്റെ മുഖത്ത് മേക്കപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഇതോടൊപ്പം തന്നെ റിമൂവ് ആവും കേട്ടോ. ഇപ്പൊ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്, അതുപോലെ തന്നെ കാജല്, ഫൗണ്ടേഷൻ ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊറിയൻ ഇൻസ്പയർഡ് ഡബിൾ ക്ലെൻസിങ് മെത്തേഡാണ്. അപ്പോൾ നമുക്ക് എണ്ണ കൊണ്ട് നന്നായിട്ട് നമ്മുടെ ഫേസ് ക്ലെൻസ് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ ഫേസ് വാഷൊക്കെ ഉപയോഗിച്ചിട്ട് ഫേസ് കഴുകാറില്ല, ആ ഒരു സമയം തന്നെ മതി. പിന്നെ ഈ ഒരു വെർജിൻ കോക്കനട്ട് ഓയിൽ നമുക്ക് ഫേസിൽ മാത്രമല്ല ഹെയറിൽ ഉപയോഗിക്കാം, അതുപോലെ ഫുഡിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു എണ്ണ എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓപ്ഷണൽ സ്റ്റെപ്പാണ് കേട്ടോ. പക്ഷെ ഞാൻ ചെയ്യാറുണ്ട്. ഇത് നമ്മൾ സ്റ്റീം ചെയ്യാൻ പോവാണ്. ഇത് വാം വാട്ടറിൽ മുക്കിയെടുത്ത് പിഴിഞ്ഞിട്ടുള്ള ടവലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സ്റ്റീം ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതുപോലെ ഒരു 5 മിനിറ്റ് നമുക്ക് ചെയ്ത് കൊടുക്കാം. ചൂട് കുറയുമ്പോൾ നമുക്ക് വീണ്ടും അതിൽ മുക്കിയതിന് ശേഷം, വാം വാട്ടറിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ പോസ് ഓപ്പൺ ആവും, പോസ് ഒന്നുകൂടെ ക്ലിയർ ആവും കേട്ടോ. ഇത് ഡബിൾ ക്ലെൻസിങ് മെത്തേഡിന് വളരെ നല്ലതാണ് ഈ ഒരു മെത്തേഡ്. നല്ല ഓയിലി സ്കിന്നുള്ളവരും അതുപോലെ ഡെയിലി പുറത്തൊക്കെ പോകുന്നവരാണെങ്കിൽ നമ്മുടെ ഫേസിലെ പോസ് എളുപ്പം ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഇത് ആഴ്ചയിൽ 3 തവണ ചെയ്യാം. അല്ലാത്തവർ 1 തവണ ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്. വളരെ പതുക്കെ വേണം ചെയ്യാൻ കേട്ടോ. വളരെ പതുക്കെ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതുപോലെ ഒരു ഫോമിങ് ഫേസ് വാഷ് എടുത്തിട്ട്
വീണ്ടും നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്യുക, ക്ലെൻസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ എക്സസ് ആയിട്ടുള്ള ഓയിലും നമ്മൾ അപ്ലൈ ചെയ്ത ഓയിലും എല്ലാം റിമൂവ് ആവും, നല്ലോണം ഫേസ് ക്ലീൻ ആവും കേട്ടോ. ഇനി നിങ്ങളുടെ അടുത്ത് ഫോമിംഗ് ഫേസ് വാഷ് ഇല്ലെങ്കിൽ സാധാരണ ഫേസ് വാഷ് എടുത്താലും മതി. നോർമലായിട്ട് നമ്മൾ ഫേസ് വാഷ് ഉപയോഗിക്കാറില്ലേ, അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പം ഫേസ് കഴുകി നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട്. എക്സസ് ആയിട്ടുള്ള ഒരു ഓയിലും ഒന്നുമില്ല ഇപ്പൊ ഫേസിൽ. അപ്പൊ ഞാൻ ജസ്റ്റ് പാഡ് ഡ്രൈ മാത്രമേ ചെയ്തിട്ടുള്ളൂ, നല്ലോണം ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് ഡ്രൈ ആക്കിയിട്ടില്ല. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ നോർമൽ CTM റൂട്ടീൻ ചെയ്യാം കേട്ടോ. നമുക്കൊരു ടോണർ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ രാത്രിയാണ് ചെയ്യുന്നതുകൊണ്ട് അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ നൈറ്റ് ക്രീം അപ്ലൈ ചെയ്യാം. അല്ല നിങ്ങൾ മോയ്സ്ചറൈസർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ചെയ്യാം. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ ഇത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കാരണം പോസ് ഒരിക്കലും ബ്ലോക്ക് ആവില്ല, നന്നായിട്ട് ക്ലിയർ ആവും. അതുകൊണ്ട് തന്നെ പോസ്റ്റിൽ എന്താ പറയുക, ഓയിൽ അടിഞ്ഞുകൂടില്ല, പൊടി അഴുക്കൊന്നും അടിഞ്ഞുകൂടില്ല. അതുകൊണ്ട് പിമ്പിൾസും വരില്ല. പിമ്പിൾസ് വരുന്നത് കുറയും, ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ വരുന്നത് കുറയും, പാടുകൾ വരുന്നത് കുറയും. നമ്മുടെ മുഖം എപ്പോഴും എന്താ പറയുക, മുഖം ക്ലിയർ ആയിട്ടിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ് കിട്ടുകയും ചെയ്യും. എപ്പോഴും സ്കിന്ന് യങ് ആയിട്ടിരിക്കുകയും ചെയ്യും. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ മാറ്റങ്ങൾ എന്തൊക്കെയാന്നൊക്കെ ഉള്ളത് കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തിരിയെങ്കിലും ഉപകാരപ്പെട്ടു നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്കായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമുക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും ഉണ്ട്. അതിലും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പൊ അതും കൂടെ ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ.